കെ ശിവരാമൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് ശിവരാമൻ സഖാവേ. അപ്പം ശരിക്കും ഇത് വല്ലാത്ത ഒരു അവസ്ഥയാണ് ഈ കട്ടപ്പന ബാങ്കിൽ ഉണ്ടായിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ ജനങ്ങൾ കാണുന്ന സഹകരണ പ്രസ്ഥാനത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സംഭവമാണ് കട്ടപ്പന നടന്നിരിക്കുന്നത്. അതിന്റെ മുഴുവൻ വിവരങ്ങളും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നയാള് അത് തിരിച്ചെടുക്കാൻ ചെല്ലുമ്പോൾ കയ്യേറ്റം ചെയ്യുകയും അയാളുടെ മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഭീഷണിയുടെ സ്വരത്തിലല്ല കമ്മ്യൂണിസ്റ്റുകാർ വർത്തമാനം പറയേണ്ടത്. ഇവിടെ സാബുവിന് നേരെ ഭീഷണിയുടെ സ്വരത്തിലാണ് വർത്തമാനം പറഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം തന്നെ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. ആ തകർച്ചയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഓരോ പ്രസ്ഥാനവും കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉത്തരവാദിത്വ ബോധത്തോടെയും ജനങ്ങളോട് കുറച്ചുകൂടി വിനയത്തോടെയും പെരുമാറേണ്ട സന്ദർഭമാണിത്. പൈസ ഇല്ല എങ്കിൽ ആ കാരണം അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിക്ഷേപകരെ തിരിച്ചയക്കുന്നതിന് പകരം പണി തരുമെന്നൊക്കെ പറഞ്ഞ് ശരിപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കെ ശിവരാമൻ, യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷ മുന്നണി ഇടുക്കി ജില്ലയിൽ ഈ കാര്യം ഗൗരവമായി എടുക്കാൻ സാധ്യതയുണ്ടോ? കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു മരണമൊക്കെ നടന്നു കഴിയുമ്പോൾ ആ വീട്ടുകാർക്ക് മാത്രം അവസാനം നഷ്ടത്തിൻ്റെ ബാക്കി പത്രമായി വീട്ടിൽ കഴിയേണ്ടി വരും. കുറച്ചു കാലം കഴിയുമ്പോൾ ഇതൊക്കെ വിസ്മൃതിയിലേക്ക് തള്ളിക്കളയും. അപ്പോൾ പാർട്ടി, പ്രത്യേകിച്ച് CPI പ്രസ്ഥാനമൊക്കെ ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് ഇനി എടുക്കാൻ പോകുന്നത്? അല്ല, ഇതിന് ഒരു കാരണവശാലും CPI അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിഷയം എടുക്കേണ്ടി വന്ന മുന്നണി തന്നെ ഇത് എടുക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മുടെ നാട്ടിലെ സഹകരണ പ്രസ്ഥാനം മുമ്പോട്ട് പോകണമെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമായിരിക്കണം, സത്യസന്ധമായിരിക്കണം, നിക്ഷേപകർക്ക് നീതി ലഭിക്കുകയും ചെയ്യണം. നിക്ഷേപകരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതി ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഓക്കെ, താങ്ക് യു കെ ശിവരാമൻ.